നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ ചെറിയ പഴം. ചെറിയ പഴം കൊണ്ടുവന്ന് 2-3 ദിവസം ആകുമ്പോഴേക്കും അതിന്റെ തൊലിയൊക്കെ കറുപ്പടിച്ച് ചെറിയ പഴത്തിന്റെ ടേസ്റ്റ് തന്നെ മാറും. കുട്ടികളും നമ്മളായാലും കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ലല്ലോ, അധികവും കളയാറാണ് പതിവ്. എന്നാൽ കളയേണ്ടതില്ല, ചെറിയ പഴം കൊണ്ടൊരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുത്താലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. പിന്നീട് വേണ്ടത് 1/2 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയ പഴത്തിന് തന്നെ മധുരം ഉണ്ടാകും. മധുരം കുറവ് വേണ്ടവർ ഇട്ട് കൊടുക്കണം എന്നില്ല. ഞാനിവിടെ 3 ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മാവിലേക്ക് തൊലി കളഞ്ഞെടുത്ത് ചെറിയ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 10 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പഴം മാവിലിട്ട് കൊടുത്ത് നന്നായി ഉടച്ചെടുക്കാം. ഞാനിത് പെട്ടെന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അരച്ചെടുക്കേണ്ടതില്ല കേട്ടോ, എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് അടിച്ചു കൊടുത്താല് മിക്സായി വരത്തില്ല. അടിയിലുള്ളത് മാത്രം നല്ലോണം അരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ 2 തവണയായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് മുട്ടയിടാൻ മറന്നുപോയത് കൊണ്ട് ഞാൻ ഈ ടൈം ഒരു മുട്ട കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മുട്ട കൂടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്ത ശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോഴിതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നൊരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം ഈ ഓയിലിലേക്ക് ഇതുപോലുള്ള സ്റ്റീലിന്റെ കുഴിയുള്ള സ്പൂൺ എണ്ണയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഈ സ്പൂണിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ആക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്.
ഇത് കണ്ടോ, എല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ ചെറിയ പഴം കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്